സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകുകയാണ്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട പുതിയ ന്യൂനമർദ്ദമാണ് മഴ വീണ്ടും ശക്തമാകാൻ കാരണം. വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേർന്നു. അജയെ, പ്രധാനപ്പെട്ട എന്തെല്ലാം അലർട്ടുകളാണ് ഇനിയുള്ള വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലും സംസ്ഥാനത്തുള്ളത്? അപർണ, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഇപ്പോൾ ഉണ്ടായ പുതിയ മഴ ശക്തമാകുന്നതിന് കാരണമായിട്ടുള്ളത്. തെക്കൻ ഛത്തീസ്ഗഡ് തീരത്തിന് അടുത്താണ് ഇപ്പോൾ ഈ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത്. ഇത് വൈകാതെ ഇതിൻ്റെ ശക്തി കുറയുകയും ഓഗസ്റ്റ് 18 ഗുജറാത്ത് തീരത്തേക്ക് ഇതൊരു ചക്രവാത ചുഴിയായി മാറി ഗുജറാത്ത് തീരത്തേക്ക് പോവുകയും ചെയ്യും. അതുവരെ ശക്തമായിട്ടുള്ള മഴ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പെയ്യും എന്നാണ് നിലവിൽ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. അതിനുശേഷം പുതിയ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ അടുത്തതായി രൂപം കൊള്ളാൻ സാധ്യതയുണ്ട് ഓഗസ്റ്റ് 18 പിന്നീട് അതിനുശേഷം പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന് ശേഷം വീണ്ടും മഴ ശക്തിയായി തന്നെ തുടരും. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 20 വരെ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. ഓഗസ്റ്റ് 20 വരെ ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴ തുടരും എന്നാണ് അറിയിപ്പ് നൽകിയിട്ടുള്ളത്. നിലവിൽ കേരള തീരത്തും അതുപോലെ തന്നെ ലക്ഷദ്വീപ് തീരത്തും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മത്സ്യത്തൊഴിലാളികളോട് കടലിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് ഇപ്പോൾ 135 അടി പിന്നിട്ടിട്ടുണ്ട്. 136 അടി ആകുമ്പോൾ ഈ വെള്ളം തുറന്നുവിടുമെന്നാണ് തമിഴ്നാട് ജലസേചന വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇടുക്കിയുടെ പ്രധാനമായിട്ടും പെരിയാർ തീരങ്ങളിൽ താമസിക്കുന്നവരെ ഇന്ന് രാത്രി 8 മണിയോടുകൂടി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 883 കുടുംബങ്ങളിലെ 3220 പേരെയാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റണം എന്ന അറിയിപ്പ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, പത്തനംതിട്ടയിലുള്ള കക്കി ഡാമിൻ്റെ 2 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ഈ പമ്പ തീരത്തുള്ളവരോട് ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ പീച്ചി, ബാണാസുര ഡാമുകളുടെ ഷട്ടർ തുറക്കും എന്നറിയിച്ചിട്ടുണ്ട്. ഇടുക്കി മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താഴ്ന്ന മേഖലയിൽ താമസിക്കുന്നവരിടത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് രാത്രി മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും അപകട സാധ്യതയുള്ള മേഖലകളിലേക്കും പോകുന്നവരോട് ജാഗ്രത പാലിക്കണം എന്നൊരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഓഗസ്റ്റ് 20 വരെ കാലവർഷം ശക്തിയായി തന്നെ തുടരും എന്നാണ് അറിയിപ്പ്. അപർണ.